മലയാളത്തിൽ പുതിയ വഴിയാണ് ടോയ്സ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് നമ്മൾ ലോങ് ഗൾഫിൽ കളി ജയിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പുറത്തെ ഒരു അടിപൊളി പ്ലെയർ ആണ്. നമുക്കത് കളി എടുക്കാൻ പറ്റില്ലെന്ന് നോക്കാം ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയർ ആണ് ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്കെന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് ഓണാക്കി വെച്ചേക്കുക. എല്ലാവരും കമൻറ്റ് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. എല്ലാവരും ലൈക്ക് എല്ലാം ചെയ്യുക ഗൈസ്. എല്ലാം ചെയ്യുക, എല്ലാവർക്കും പറയണോ ഗൈസ്. അപ്പോൾ ഈ നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് എന്താ പറയുക സപ്പോർട്ട് തരണം. എല്ലാ വീഡിയോ ഒന്ന് കാണണം. നമ്മൾ ഇനി തൊട്ട് എന്തായാലും പവർ ആവുന്നതായിരിക്കും കേട്ടോ. അപ്പം ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മളവനെ തപ്പുണ്ട്. സോ അവൻ്റെ സ്പോണയിൽ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അവനെ കാണില്ല. അവൻ എവിടെയോ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും നമ്മൾ ഇതിലെ കൂടെ വന്നപ്പോഴത്തേനും അവനെ കണ്ടു. അവൻ്റെ സ്പോണേരി അവൻ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ നൈസിലൊരു 114 കൊടുത്തു. അവനും എനിക്ക് അത്യാവശ്യം ഡാമേജൊക്കെ തന്നിട്ടു. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്താക്കി ഒരടിയും കൂടി അടിച്ചിട്ട് ഫസ്റ്റ് കളി എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കളി എടുത്തപ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് ഇതൊക്കെ ആയി കേസ്. കളി എടുക്കായിരിക്കും അങ്ങനെയൊക്കെയാണ് കേസ് ഞാൻ കരുതിയത്. പക്ഷേ ഈസി ആയിരിക്കും അങ്ങനെയൊക്കെ കരുതി. അതൊക്കെ ലാസ്റ്റ് നോക്കി കേസ് നിങ്ങൾ കളി എടുക്കുമില്ലെന്ന്. അപ്പം എല്ലാം സെക്കൻഡ് റൗണ്ട് അവൻ എനിക്കൊരു 150 തന്നു വയസ്സ്. ഞാൻ എൻ്റെ മെഡടിച്ച് ഫുള്ള് മെഡടിച്ച് ഞങ്ങൾ വിട്ടു വയസ്സ്. വേറൊരു മെഡ് പോലും വെക്കാത്ത എൻ്റെ പൊട്ടത്തരായിരുന്നു. പിന്നെ അവൻ നേരെ നമ്മുടെ സ്പോണിലോട്ട് വന്നു. ഞാൻ അടിക്കാൻ നോക്കി, പക്ഷെ ഒന്നും കയറില്ല. പിന്നെ നോക്കിയപ്പോൾ അവനെ കാണാനില്ലായിരുന്നു വയസ്സ്. ഇതിൽ നോക്കിയപ്പോൾ അവൻ കാണാനില്ല. ഇവൻ എവിടെ പോകാമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ കറങ്ങി വന്നു വയസ്സ്. എൻ്റെ ഞാൻ നേരമൊക്കെ വിട്ടു നോക്കി, അവൻ പിടിക്കുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ എൻ്റെ സ്പോണിൽ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏടവള് വെച്ച് അടിക്കാൻ നോക്കിയിട്ട് എൻ്റെ ഇതിൽ നിന്ന് എമോ പോകുന്നില്ല ഗൈസ്. എന്താ പറയത്തില്ല ഗൈസ്, ഗണ്ണ് സ്വിച്ച് ആവുന്നുണ്ട്, എമോ പോകുന്നില്ല. എന്നാന്ന് എനിക്കൊരു പിടുത്തമില്ല. ബഗ്ഗാണോ എന്താണെന്ന് അറിയില്ല. നമ്മൾ നെക്സ്റ്റ് ഈ കളിയിൽ അവനാണ് കണ്ടെടുക്കുന്നത് കേട്ടോ. സോ അവനെന്തായാലും ഏതെടുക്കുമെന്ന് നോക്കാം കേട്ടോ ഗൈസ്. അവൻ ഏതെടുക്കുമെന്ന് ഡെസേർട്ടിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഡെസേർട്ടിലാണ് എടുത്തത്. അപ്പം ഡെസേർട്ടിൽ വെച്ച് അടിക്കാൻ പറ്റില്ലെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഫസ്റ്റ് അവിടെ ഒളിച്ചു നിന്നു. ഞാൻ റഷ് അടിച്ച് കയറി ചെന്നു. അവൻ എനിക്കൊരു 24 തോന്നുന്നു തന്നു. 24 തന്നു. ഞാൻ നേരെ വിട്ടപ്പോൾ അവനെ പിടിച്ചു. ആദ്യം പിടിച്ചു, നേരെ പിടിച്ചു. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ 29 കൊടുത്തു. ബട്ട് അത് ഞാൻ മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാൻ സീറോ ഉണ്ട്. കാരണം എന്താ പറയുക, ഞാൻ ഇവിടെ ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ടതിന് ഞാൻ തല കാണിച്ചിട്ട് കാണിച്ചു കൊടുത്തു. അതിലാണ് പറ്റിയത്. ഇങ്ങനെ തല കാണിച്ചിടും അവൻ ഒരു 1 ടാപ്പ് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു ടോയ്സ്. അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ ട്രോൾ ചെയ്തു. ഇനി ചുമ്മാ ഇങ്ങനെ അനങ്ങാൻ നിന്നിട്ട് അതെനിക്ക് പെരുത്ത് കയറി. പിന്നെ ഞാൻ സെക്കൻഡ് റൗണ്ട് ഞാൻ റഷ് അടിച്ച് കയറി ടോയ്സ്. ഞാൻ എല്ലാ കളി റഷിങ് ആണ്. അപ്പം ഞാൻ എന്തെങ്കിലും റഷ് അടിച്ച് ചെന്നപ്പോഴാണ് ആ പണി എനിക്ക് കിട്ടിയത്. ഞാൻ ഇങ്ങനെ റഷ് അടിച്ച് ഇവിടെ കുറച്ച് നിന്ന് എന്നിട്ട് ഞാൻ റഷ് അടിച്ച് കയറി ചെന്നു. റഷ് അടിക്കാണ്ട് ഞാൻ ഇവിടെ നിന്ന് ചാടിയത് ഓർമ്മയുള്ളൂ. സോ എനിക്കൊരു സെറ്റ് 1 ടാപ്പാണ് തന്നിട്ടുണ്ടായിരുന്നു. സെറ്റല്ല, ഞാൻ ചാടിയപ്പം ആ ഒരു ഫ്ലോയിൽ അങ്ങ് ആയതാണ് ടോയ്സ്. അപ്പം ഇനിയുള്ള 3 റൗണ്ടാണ് എടുത്തിട്ടുണ്ട് ടോയ്സ്. ഞാൻ വെറും ഒരേ ഒരു റൗണ്ട് ഞാൻ UMBയും M490 ആണ് ടോയ്സ്. M490 UMB പിന്നീട് അത്രേ ഉള്ളൂ ടോയ്സ്. അതുകഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഈ കളി എന്തായാലും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. കളി തുടങ്ങി. ഞാൻ ഫസ്റ്റ് നേരെ വിട്ടു നോക്കി. ചുമ്മാ ഒരു നേരെ വിട്ടപ്പോഴത്തേക്കും അവനെ നേരെ പിടിച്ചു. അപ്പോഴത്തേനും മനസ്സിലായി എവിടെയുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ഓടി വന്നു. ഞാൻ UMB എടുത്ത് ഒരു അടിപൊളി ഡാമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഡാമേജ് കൊടുത്തു. അവനും എനിക്ക് നല്ല ഡാമേജ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മെഡടിച്ചു. എന്നിട്ട് ഞാൻ നമ്മുടെ ഫ്രീസൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എടുത്തിറങ്ങി അവനെ എങ്ങനെയെങ്കിലും കൊല്ലാനായിട്ടുള്ള അതിനു വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. എന്നിട്ട് ഞാൻ ഇറങ്ങി. പിന്നെ ഞാൻ M490 എടുത്ത് അവനെ കണ്ടു. 2 അടി അങ്ങ് അടിച്ച് അവനെ ആ റൗണ്ട് അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഇമോട്ടും അങ്ങ് ഇട്ട് കൊടുത്തു ഗൈസ്. നമ്മൾ ഇമോട്ട് ഇട്ട് ഈ റൗണ്ട് എങ്ങനെയൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിരുന്നപ്പോഴായിരുന്നു എനിക്ക് പിന്നെയും ബഗ് അടിച്ചത് ഗൈസ്. ഭയങ്കര ഒരു ബഗ്ഗായിരുന്നു ഗൈസ്. എന്താണെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. അങ്ങനെ വന്നേ എന്താ. ഞാൻ ഫസ്റ്റ് ക്യൂം വെച്ച് അത്യാവശ്യം കൊടുത്തു ഗൈസ്. അതിൻ്റെ ഞാൻ നേരെ വിട്ടു. എന്നിട്ട് M490 വെച്ച് ഇതല്ലേ M490 വെച്ച് അടിച്ചിട്ട് പോകുന്നില്ല. സംഭവം ഒന്നും പോകുന്നില്ല. M490 വെച്ച് അടിച്ചിട്ട് നേരത്തെ AW ആണെങ്കിൽ ഇപ്പം M490 ആണ് ഗൈസ്. കാരണം അതിലെന്താണെന്ന് എനിക്കറിയില്ല. ഒരു കണ്ണ് M490 മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഗൈസ്. അറിയാവുന്നവരുണ്ട് ഞാൻ കമൻറ്റ് ചെയ്യും. ബഗ്ഗാണോ അതോ വേറെ വല്ലതും ആണോ കമൻറ്റ് ചെയ്യുക ഗൈസ്.
അപ്പം അവനെന്തായാലും 4 റൗണ്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ 4 റൗണ്ട് എടുത്തു. ഇപ്പോഴുള്ള റൗണ്ട് എങ്ങനെയെങ്കിലൊക്കെ എടുക്കണം ഗൈസ്. ഓക്കെ, എടുത്തേ പറ്റത്തുള്ളൂ ഗൈസ്. കാരണം അവന് വെറും 1 റൗണ്ട്, എനിക്ക് 3 റൗണ്ട് എടുക്കണം ഗൈസ് കളി പോയി അടിക്കണമെങ്കിൽ. അപ്പം നമ്മളെന്തായാലും ഫസ്റ്റ് അവൻ എവിടെ ഉണ്ടെന്ന് നോക്കി. ഫസ്റ്റ് അവനെ കണ്ടില്ല ഗൈസ്. അവനെ ഒളിച്ച് കളിക്കും ഗൈസ്. അവൻ ടെലിപ്പോർട്ടാക്കാം. അവൻ ഇവിടെ ഇവിടെ വന്നില്ല. പിന്നെ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ നിൽക്കുക ഗൈസ്. ഇതൊക്കെ എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ ഗൈസ്. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ വേണ്ട ഇവിടെ നിൽക്കുന്നു. അവൻ എസ്കേസ് കൈ പിടിച്ചോണ്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ എന്തായാലും നേരെ കുത്തിപ്പിടിച്ചിട്ട് നല്ല ഡാമേജ് കൊടുത്തു. ഞാൻ അരവ് വിട്ടു. പിന്നെന്താ എല്ലാം കയ്യിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് എറിഞ്ഞു ഗൈസ്. അപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം ഡാമേജ് ഒക്കെ കുറയ്ക്കും. പിന്നെ അവൻ നേരെ അപ്പുറത്തോട്ട് ഓടി ചെന്നപ്പോഴത്തേനും ഞാൻ ഓടിട്ടോ. ഞാൻ ഓടിയിട്ട് ഇടയിൽ കൂടെ അടിക്കാൻ നോക്കി, നടന്നില്ല. പിന്നെ ഞാൻ നേരെ ഇതിൽ വന്നപ്പം ഇവിടെ വന്നിപ്പുണ്ടോ, ഞാൻ ചുമ്മാ ചാടിയിട്ടൊന്നും ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ നല്ല അടി അടിച്ചു. പിന്നെ ഞാൻ നേരെ കുത്തിപ്പിടിച്ച് കളിയൊക്കെ എടുത്തു ഗൈസ്. മറ്റേ ഇതൊക്കെ എടുത്ത് എറിയാൻ നോക്കിയത് ഗൈസ്, സാധനങ്ങളെടുത്ത് എറിയാം. പക്ഷെ ഞാൻ ടൈമിങ് ഇച്ചിരി കുറഞ്ഞു പോയി ഗൈസ് അവൻ്റെ. അതിനങ്ങനെ വേണ്ടിയപ്പം 6 റൗണ്ട് ഇങ്ങനെ എടുത്തു. ഇനി 2 റൗണ്ട് മതി ഗൈസ് കളി ജയിക്കാൻ. അപ്പം നമ്മൾ ഈ കളി ജയിക്കുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ ഗൈസ്. എല്ലാവരും ലൈക്ക് അടിച്ചാലേ കളി ആകുമ്പോൾ ജയിക്കത്തുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ഇരുന്നു ഗൈസ്. ഇവിടെ കുറച്ച് ഇരുന്നിട്ട് അവൻ എവിടെയാണെന്ന് നോക്കിയപ്പോഴത്തേക്കും അവൻ താണ്ട സ്പോണിൽ ഒളിച്ചിരിക്കുന്നു. ഞാൻ നൈസിന് കുത്തിപ്പിടിച്ച് റെഡ് നമ്പറും കൊടുത്ത് കില്ലങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4-4 എടുത്തിട്ടുണ്ട് ഗൈസ്. 4-4 കട്ടയ്ക്ക് നിൽക്കും ഗൈസ്. 1 റൗണ്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ M1ൻ്റെയും MP5 3 ചിപ്പുമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഡെസേർട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ ഗൈസ് കുറച്ച് പ്ലാൻഡായിട്ട് കളിച്ചു. വെൽ പ്ലാൻഡ്. അവനെ നമ്മൾ കൺഫ്യൂസ് ആക്കി കളിക്കും ഗൈസ്. അതായത് നമ്മൾ ഫസ്റ്റ് നേരെ വിട്ടു ഗൈസ്. ഫസ്റ്റ് ഞാൻ നേരെ വിട്ടപ്പോഴത്തേക്കിനും നേരെ പിടിച്ചു ഗൈസ്. നേരെ പിടിച്ചപ്പോഴത്തേക്കിനും അവൻ നേരെ പൊട്ടിക്കാൻ നോക്കി ഗൈസ്. അവൻ്റെ ഏത് ഗണ്ണാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നേരെ വിട്ടപ്പോഴത്തേനും അവനെ പിടിച്ച് എവിടെയാണെന്ന് വെച്ചാൽ അവൻ അപ്പോൾ അത് പൊട്ടിക്കാൻ നോക്കി. പൊട്ടിച്ച ഉടനെ തന്നെ നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് ഓടി വന്നു ഗൈസ്. അവൻ കാണത്തില്ല ഗൈസ്. അതിൻ്റെ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ അവൻ വേണ്ട ഇവിടെ നിൽപ്പുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ നേരെ ഗൈസ് അവനെ റഷ് അടിച്ച് കൊന്നാലോ നല്ലച്ചു. പിന്നെ ഒന്നുകൂടെ നോക്കിയിട്ട് നമ്മൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ലായിരുന്നു. അതവന് കൊണ്ടില്ല. അവനപ്പം നമ്മളെവിടെയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു ഗൈസ്. മെയിൻ പ്രശ്നം അതായി മാറി ഗൈസ്. എൻ്റെ നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഇവിടെ വന്നപ്പോൾ അവൻ അപ്പുറത്താണെന്ന് മനസ്സിലായി ഗൈസ്. ഞാൻ നേരെ MP5 എടുത്തിട്ട് റഷ് അടിച്ച് ചെന്നപ്പോഴത്തേക്കും അവൻ അപ്പുറത്തോട്ട് നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ ഇവിടെ പുറകിൽ നിന്ന് അത്യാവശ്യം കൂടുതൽ എല്ലോ 2-3 കുറച്ച് ഡാമേജ് കൊടുത്തുള്ളൂ ഗൈസ്. എന്നിട്ട് നേരെ നമ്മൾ നേരെ വിട്ടപ്പോൾ പിടിച്ചു ഗൈസ്. എൻ്റെ M1 വെച്ച് 94 കൊടുത്തു. പിന്നെ ഒരു അടി അടിച്ച് കളി പോയി അടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുന്നു തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കളി എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോട് കേൾക്കുക. ബൈ എല്ലാവർക്കും. അടുത്തൊരു എണ്ണം കണ്ടിട്ട് വരെ ബൈ.